ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ACDB അക്കാഡമിയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും തന്നെ ഈ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന, അതായത് മെയ് 2-ാം തീയതി കഴിഞ്ഞിട്ടുണ്ടായിരുന്ന പരീക്ഷ കഴിഞ്ഞ ശേഷം ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് വെച്ചൊന്ന് അനലൈസ് ചെയ്യുന്ന സമയമാണിതെന്ന് അറിയാം. അല്ലെ, ഒരുപാട് പേര് അനലൈസ് ചെയ്ത് കഴിഞ്ഞും കാണും. ഒരുപാട് പേര് പറയുന്ന കട്ട് ഓഫിന് വേണ്ടിയിട്ടൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർ കാണും. ആ കട്ട് ഓഫ് എനിക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റുമോ, അല്ലെങ്കിൽ പറഞ്ഞ ആദ്യം മെയിൻസിന് വേണ്ടി പഠിച്ചു തുടങ്ങണോ, അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ പൊതുവെ എല്ലാവരും കാണും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ പറയുന്ന ഈ അടുത്തിടെ നടന്നിട്ടുണ്ടായിരുന്ന, അല്ലെങ്കിൽ മെയ് 2-ന് നടന്നിട്ടുണ്ടായിരുന്ന പരീക്ഷ എന്ന് പറയുന്നത് ഒരുപാട് കാറ്റഗറികളിലേക്ക് നടന്നിട്ടുള്ള പരീക്ഷയായിരുന്നു. അതായത് കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, അതേപോലെ തന്നെ അസിസ്റ്റന്റ് ജയിലർ, SI, എക്സൈസ് ഇൻസ്പെക്ടർ, അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ, അങ്ങനെ ഒരുപാട് പരീക്ഷകളുടെ എല്ലാവരും ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ ആയിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ ഈ പറയുന്ന മുൻവർഷ ചോദ്യങ്ങളൊക്കെ എടുത്തു വെച്ച് പഠിച്ച് പോയവരായിരുന്നു. പക്ഷെ ഒരുപാട് പേർക്ക് എന്ത് ചെയ്തിരുന്നു, ഒരുപാട് പേർക്ക് നല്ലൊരു ഭാഗം ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നല്ല ടെൻഷനൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള പരീക്ഷയാണ്. കാരണം സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, ആളുകളെ കറക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചിട്ട് പോയിട്ട് കോൺസ്റ്റിറ്റ്യൂഷനും ചോദ്യങ്ങൾ വരാത്തൊരവസ്ഥയിലേക്ക് എന്ത് ചെയ്തിരുന്നു, വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ഒരുപാട് ഈ പറയുന്ന ഉദ്യോഗാർത്ഥികളെ കറക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനകത്ത് കുറച്ച് എക്സാമ്പിൾ എടുത്ത് പറയാൻ വേണ്ടി പറ്റും. അതായത് ഒന്നാമത് പറഞ്ഞാൽ ടൈം എന്ന് പറയുന്ന ഒരു സംവിധാനം. ടൈം എന്ന് പറയും, കാരണം ഈ പറയുന്ന LD പരീക്ഷയൊക്കെ എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 1.5 മണിക്കൂർ കിട്ടുന്ന ഒരു പരീക്ഷയ്ക്ക്, അല്ലെ, LD പരീക്ഷ ഏകദേശം 1.5 മണിക്കൂർ നമുക്ക് എന്ത് ചെയ്യാൻ പരീക്ഷ എഴുതാൻ വേണ്ടി കിട്ടും. പക്ഷേ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ഡിഗ്രി പ്രിലിംസ് എന്ന് പറയുന്ന അത്യാവശ്യം നല്ല സ്റ്റേറ്റ്മെന്റ് പ്രസ്താവനക്ക് ഒരുപാടുള്ള പരീക്ഷ, അത് വായിച്ച് മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഉത്തരങ്ങളിലേക്ക് എത്തിക്കണം, പെട്ടെന്ന് എത്തണം, അല്ലെ, അത് ഈ പറയുന്ന രീതിയിൽ കറപ്പിക്കണം. അപ്പോൾ അത്യാവശ്യം നല്ല ടൈം കൺസ്യൂം ആയിട്ട് പരീക്ഷയ്ക്ക് ഏകദേശം 1.25 മണിക്കൂർ, അല്ലെ, ആ സമയം മാത്രം നമുക്ക് കിട്ടുകയുള്ളായിരുന്നു എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ഒന്നാമത്തെ എന്ത് ചെയ്യുന്നത്, ഒരു പോരായ്മയായിട്ട് പൊതുവെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമതെന്ന് പറയുന്നത് ഈ പറയുന്ന ടോപ്പിക്കാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഒരുപാട് അമെന്റ്മെന്റുകൾ, ആർട്ടിക്കിളുകളും ഈ പറയുന്ന രീതി ഇലക്ഷൻ കമ്മീഷനൊക്കെ പഠിച്ചുകൊണ്ട് പോയിട്ട് അതിനകത്തൊന്നും ഒരു ചോദ്യം വന്നില്ല. രണ്ടാമത് പറയുന്നത് ഈ പറയുന്ന ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, ഇലക്ഷൻ കമ്മീഷൻ, അല്ലെങ്കിൽ പറഞ്ഞ രീതിയിൽ വിവരാവകാശം, അല്ലെ, എങ്ങനെ പോയാലും ഈ പറയുന്ന പല ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും ഈ വിവരാവകാശവും അതേപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനോ അല്ലെങ്കിൽ പറയുന്ന ഇതൊന്നും ചോദ്യങ്ങൾക്ക് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ വളരെ വിരളമായിരുന്നു, അല്ലെ. അപ്പൊ ഇതിനകത്ത് എന്ത് ചെയ്യുന്നില്ല, അങ്ങനെ ചോദ്യങ്ങൾ മറ്റു കാര്യങ്ങളൊന്നും ഇതിൽ വന്നിട്ടില്ലായിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. പിന്നെ ഒരുപാട് കറക്കിയ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ പറയുന്ന രീതിയിൽ ഉദ്യോഗാർത്ഥിയെ കറക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നുള്ളതാണ്. അതായത് ഒന്നെന്ന് പറയുന്നത് ഈ പറയുന്ന 1971 ഇൻഡോ പാക് യുദ്ധം എന്ന് പറയുന്നത്, അല്ലെ, നമ്മൾ പൊതുവെ ഈ പറയുന്ന രീതിയിൽ ഇൻഡോ പാക് യുദ്ധം അപ്പുറത്തേക്ക് ഈ പറഞ്ഞ ലിബറേഷൻ ഓഫ് ബംഗ്ലാദേശോട് ബന്ധപ്പെട്ടത് ആ ഒരു ചോദ്യം വന്നപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്തിരുന്നു, ഈ പറയുന്നത് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചെന്നിട്ട് ഇന്ത്യ കറപ്പിക്കുകയും അത് തെറ്റിപ്പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്താണ്, ഈ പറയുന്ന രീതിയിൽ നമ്മൾ പ്രധാനമായിട്ടും ചെന്നെത്തുന്നത് ഇങ്ങോട്ടേക്കാണ്. ഈ പറയുന്ന 1971 വാർ എന്ന് പറയുന്നത് ഇൻഡോ പാക് വാർ, അതിന്റെ റിസൾട്ടാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ആദ്യം അവർ അംഗീകരിക്കേണ്ടത് ഇന്ത്യയാണെന്നുള്ള ഒരു കോമൺ ലോജിക് സെൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോയി ഇന്ത്യ നമ്മൾ എന്ത് ചെയ്യുന്നത്, കറപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ഇപ്പോൾ മുസ്ലിംസോട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നു, അതും ഈ സംശയങ്ങൾക്ക് ഒരുപാട് ഇടയാക്കി എന്നുള്ളതാണ്. പിന്നെ എന്ന് പറയുന്നത് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ട് വന്ന കുറച്ച് ചോദ്യങ്ങൾ, അതായത് ഈ പറയുന്ന രീതിയിൽ തോട്ടവിളകൾ, ഈ പറയുന്ന തോട്ടവിളയും അതേപോലെ തന്നെ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ, അതും ഈ പറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഉദ്യോഗസ്ഥരെ കുഴക്കി. ഈ പറയുന്ന രീതിയിൽ ഉത്തരങ്ങൾ ഏതാണെന്നുള്ളതിലെ എല്ലാ ഓപ്ഷനും ഒന്നിനൊന്നിനെ മെച്ചമായത് കൊണ്ട് തന്നെ ഏത് തിരഞ്ഞെടുക്കണമെന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു, ഒരുപാട് പേര് ഇങ്ങനെ കറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് സത്യാവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ 2023 ടേബിൾ ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഈ പറയുന്ന രീതിയിൽ നമ്മളെല്ലാവരും 24, 25, 26, ഇപ്പം 25, 26, പിന്നെ ഇച്ചിരി കൂടെ പോയി 24 വരെയൊക്കെ ഇപ്പം കറണ്ട് അഫയേഴ്സ് പഠിച്ചുകൊണ്ട് വരികയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ 23 ഒരു ചോദ്യം വന്നപ്പം ഒരുപാട് പേര് അവിടെ പതറി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും അത്യാവശ്യം ഈ പറയുന്ന രീതിയിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മേഖലകളും ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഉണ്ടായിരുന്നു. അതായത് ഒന്ന് ഈ പറയുന്ന ജോഗ്രഫിക്കകത്ത് തന്നെ ആസാം ഹിമാലയമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്. രണ്ടാമത് ഈ പറയുന്ന രീതിയിൽ ഒളിമ്പിക് മെഡലുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്, കർണൻ മല്ലേശ്വരിയുടെ ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ എന്ന് പറയുന്നത് ഈ പറയുന്ന കോമൺവെൽത്ത് ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ടത്, ബ്രിട്ടീഷ് കോമൺവെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പെട്ടെന്ന് ഉത്തരം നൽകാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. എക്കണോമിക്സിനകത്ത് മഹലനോബിസ് മോഡൽ, ഈ പറഞ്ഞ 2-ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് മഹലനോബിസ് മോഡലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഡയറക്റ്റ് ആയിരുന്നു, അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം നൽകാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. RBI ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വലിയ കുഴപ്പമില്ലാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അതും ആളുകൾക്ക് ഉത്തരം നൽകാൻ വേണ്ടിയിട്ട് പറ്റി എന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്ന OSI മോഡലായിട്ട് ബന്ധപ്പെട്ടത്, സ്വിച്ചുമായി ബന്ധപ്പെട്ട ഈ പറയുന്ന IT എന്ന് വന്ന കുറച്ച് ചോദ്യങ്ങൾ, എല്ലാം ഒന്നില്ല, വളരെ കുറച്ച് ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ആളുകൾക്ക് ഉത്തരം നൽകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിരുന്നു, അവിടെയും പറ്റിയിട്ടുണ്ടായിരുന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്ന ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചറിനകത്തൊക്കെ വലിയ പ്രസ്താവന രീതിയിലൊക്കെ ചോദ്യം വന്നത് കൊണ്ട് തന്നെ അത് ഈ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നല്ല ടൈം കൺസ്യൂമിങ് ആയിരുന്നു എന്നുള്ളത് മാത്രമല്ല, ഒരുപാട് സമയം അവിടെ പോവുകയും ചെയ്തു. ഉത്തരങ്ങളിലേക്ക് എത്താൻ ഒരുപാട് പേർക്ക് സംശയങ്ങൾ എന്ത് ചെയ്യുന്നു ഉണ്ടായിരുന്നുള്ളതാണ്. എന്നിരുന്നാലും ഓവറോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന രീതിയിൽ മുൻവർഷം എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ മലയാളം അത്ര ടൈറ്റ് ആയിട്ട് ഉണ്ടായിരുന്നില്ല. ഈ ശീവട്ടം എന്ന് പറയുന്ന മലയാളം അത്യാവശ്യം നല്ല ടൈറ്റ് ആയിരുന്നു, അല്ലെ. മാത്സ് ഒരുപാട് പേർക്ക് ഈ പറയുന്ന രീതിയിൽ ടൈറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം ഓവറോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന മീഡിയം ഹാർഡ് ആ ഒരു റേഞ്ചിലാണ് എന്ത് ചെയ്യുന്നത്, പരീക്ഷ ഓവറോൾ നമുക്ക് എടുത്ത് നോക്കാൻ വേണ്ടി പറ്റുന്നത് എന്നുള്ളതാണ്. അതൊരു അനാലിസിസ് എന്ന് പറയുന്നത്, അല്ലെ.
അപ്പോൾ നമുക്ക് ഇച്ചിരിയും കൂടെ കാര്യം ഇച്ചിരി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഒരു നല്ല രീതിയിൽ പഠിച്ച ഒരു ഉദ്യോഗത്തെ സംബന്ധിച്ച് അവൻ ഈ പറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 10-55 മാർക്ക് എത്തിയാൽ എന്ത് പറ്റും, ഈ പറഞ്ഞ രീതിയിൽ നെഗറ്റീവൊക്കെ ഉണ്ടാകും, സംഭവിച്ചു. ഈ പറഞ്ഞ 50 മാർക്ക് അടുപ്പിച്ച്, ഇവർ 50 മാർക്ക് അടുപ്പിച്ച് എന്ത് പറ്റും, സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പരീക്ഷയായിരുന്നു. കാരണം ഈ പറയുന്ന രീതിയിൽ ഒരു 10-30 അല്ലെ 10-30-35 മാർക്ക് അടുപ്പിച്ച് നല്ല രീതിയിൽ ഇംഗ്ലീഷ്, മലയാളം, മാത്സിൽ നിന്ന് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുകയും ഈ പറയുന്ന ബാക്കിയുള്ള ടോപ്പിക്സ് നമ്മൾ ഈ പറഞ്ഞിട്ടുണ്ടാകുന്ന ബാക്കി കുറച്ച് ടോപ്പിക്സിനൊക്കെ നല്ല രീതിയിൽ ഈ പറയുന്ന നെഗറ്റീവ് ഇല്ലാതെ, ഞാൻ നെഗറ്റീവ് പറയുന്നത് എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്, നെഗറ്റീവ് ഇല്ലാതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, എഴുതി തീർക്കാൻ വേണ്ടി പറ്റുമായിരുന്നെങ്കിൽ ഒരു 50-55 ഈ പറയുന്ന 50 ആ ഒരു റേഞ്ച് 55 ആ റേഞ്ചിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ഉത്തരങ്ങളൊക്കെ നൽകാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നു എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ നല്ലൊരു ടെൻഷൻ ഉണ്ടാവും. ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ കൂടെ ഇരിക്കുന്നവരൊക്കെ എന്താണ് അത്യാവശ്യം ഈ OMR നല്ല രീതിയിൽ കറുപ്പിച്ച് വരും. ഈ പറയുന്ന നമുക്കത് കാണുമ്പോൾ എന്താണ് വിഷമം തോന്നും. അപ്പം നമ്മൾ വരുന്ന കറുപ്പിക്കും. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഈ പറയുന്ന നെഗറ്റീവ് വീഴും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരുപാട് പേർക്ക് ഈ പറയുന്ന നെഗറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പേർക്ക് സമയം കിട്ടാത്തത് കൊണ്ട് പല ചോദ്യങ്ങളും കാണാൻ പറ്റാതെ വന്ന ഒരുപാട് പേരെ എന്ത് ചെയ്തിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും, ഇവിടെ അത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ പറയുന്ന പല മാധ്യമങ്ങളിലും മറ്റും പറയുന്നുള്ള സംവിധാനം വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം കട്ട് ഓഫ് എന്ന് പറയുന്നത് 45-55 അടുപ്പിച്ചാണ് എന്ത് ചെയ്യുന്നത് കട്ട് ഓഫ്, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ അതിൻ്റെ ഒരു കട്ട് ഓഫ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്നുള്ളത്. 45-55 അടുപ്പിച്ചായിരിക്കും കട്ട് ഓഫ് വരുന്നത്. ഇപ്പം അത്യാവശ്യം നിയമനങ്ങളൊക്കെ നടക്കുന്ന കമ്പനി ബോർഡ് പോലുള്ള പരീക്ഷകൾക്കൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന രീതിയിൽ അത്യാവശ്യം കുറഞ്ഞ കട്ട് ഓഫ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതേപോലെ വേറിട്ട ചോദ്യങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു. ഒന്നെന്ന് പറയുന്നത് ഇപ്പോൾ GR ഗോപി ഇന്ദുഗോപൻ്റെ ഈ പറയുന്ന ആനോ എന്നുള്ള ചോദ്യങ്ങൾ. പിന്നെ ഒരുപാട് പേരെ കറക്കെ 71 ഇൻഡോ പാക് യുദ്ധം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സ്വാഭാവിക വനത്തിന് മുകളിലുള്ള ഏകാവിള തോട്ടങ്ങൾ, അതും ഈ പറയുന്ന രീതിയിൽ ഒരുപാട് പേരെ സംശയത്തിന് എന്ത് ചെയ്യുന്നു ഇടയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വിഷമിക്കേണ്ട യാതൊരു ആവശ്യകതയില്ല. ഈ പറയുന്ന രീതിയിൽ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഇനി എന്ത് ചെയ്യുക, പഠിക്കാന്നുള്ളതാണ്. ഏകദേശം നിങ്ങൾ എല്ലാവരുടെ കണക്ക് കൂട്ടി നോക്കുമ്പം ഒരു 45 അടുപ്പിച്ച് 45 മുകളിലൊക്കെ എന്ത് ചെയ്യുന്ന സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുന്ന നിങ്ങളൊന്ന് വിലയിരുത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഇനി വരാൻ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നവർ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഈ പറയുന്ന രീതിയിൽ ഫോക്കസ് ചെയ്തിരുന്ന് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു വായിച്ച് പഠിച്ച് പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം ഈ വട്ടം കോൺസ്റ്റിറ്റ്യൂഷൻ വന്നില്ല എന്നുള്ളത് കൊണ്ട് ഈ പറയുന്ന വരുന്ന പരീക്ഷകളിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വരാൻ സാധ്യതയില്ല എന്നുള്ളത് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ വേണ്ടി പറ്റത്തില്ല. ഈ വട്ടം ഈ പറയുന്ന എക്കണോമിക്സ് ഈ പറയുന്ന ഇച്ചിരി കൂടെ സിമ്പിൾ ആക്കി എന്നുള്ളത് കൊണ്ട് ഈ പറയുന്ന അടുത്ത് വരുന്ന എക്കണോമിക്സിനകത്ത് അത്രയും സിമ്പിൾ ആക്കണമെന്ന് നിർബന്ധമില്ല അല്ലേ. അപ്പോൾ നമുക്ക് ഒരിക്കലും അത് പറയാൻ വേണ്ടി പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പ്രിപ്പറേഷൻസ് നല്ല രീതിയിൽ എന്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുക. നിങ്ങൾക്ക് ഇച്ചിരി സമയം കിട്ടിയിട്ടുണ്ട് അവരെക്കാളും. ആ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് അനലൈസ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അത് ഉറപ്പിക്കാം, മാർക്ക് ഉറപ്പിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും സാധിക്കും. അപ്പോൾ അതൊക്കെ വെച്ച് ഒന്ന് അനലൈസ് ചെയ്യുന്നത് എന്തായിരിക്കും നന്നായിരിക്കും എന്നുള്ളതാണ് ഇനി എക്സാമിനേഷൻ എഴുതാൻ പോകുന്നവരോട് എന്ത് ചെയ്യുന്നത് പറയാൻ വേണ്ടിയിട്ട് ഉള്ളതെന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ എന്ത് വെച്ച് പഠിക്കുക. ഇപ്പോൾ കട്ട് ഓഫ് എന്ന് പറയുന്നത് നമുക്കും പറയാൻ പറ്റുന്നത് ഈ പറയുന്ന 45-55 ഉള്ളതാണ്. അപ്പോൾ അതിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലേക്ക് കയറാൻ വേണ്ടി പറ്റും. 45 കുറവാണെങ്കിൽ ഒരുപാട് കയറാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടുള്ളത് എന്നുള്ളതാണ്. പിന്നെ അതുകൂടാതെ തന്നെ ഈ പറയുന്ന ഈ ഒരു പരീക്ഷ മാത്രമല്ല വരാൻ വേണ്ടി ഇരിക്കുന്നത്, ഇനി ഒരുപാട് പരീക്ഷകൾ വരുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ ഇനി പറയുന്ന 10th ലെവൽ പരീക്ഷകൾ വരാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. ഈ പറയുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകൾ കഴിഞ്ഞവർ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇപ്പം ഡിഗ്രി ലെവൽ പരീക്ഷ മാത്രമായിരിക്കത്തില്ല ഒരുപാട് പേര് ഫോക്കസ് ചെയ്യുന്നത്. ഇനി ഒരു 10th ലെവൽ പരീക്ഷകൾ ഫോക്കസ് ചെയ്യുന്ന ആളുകൾ കാണും. അപ്പോൾ ഇനി വരാൻ വേണ്ടി പോകുന്ന 10th ലെവൽ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ പ്രയാണം എന്ന് പറയുന്ന ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഈ VFAK കമ്പനി ബോർഡിന് വെബ്കോയ്ക്കൊക്കെ വേണ്ടി പഠിക്കുന്നവർ എന്ത് ചെയ്യാം, അവർക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. എന്തെങ്കിലും ഡൗട്ടോ മറ്റു കാര്യങ്ങളോ കോഴ്സുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ താഴെ നമ്മൾ വിളിച്ച് എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ നല്ലൊരു മാർക്ക് ഈ പറയുന്ന 45 ആ ഒരു റേഞ്ചിന് ആ സമയത്തൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ പറയുന്ന മെയിൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി അത്യാവശ്യം ഈ പറയുന്ന ഹാർഡ് വർക്ക് കിട്ടും എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത്യാവശ്യം നല്ലൊരു ഡീസൻറ്റ് മാർക്ക് ഈ പറയുന്ന രീതിയിൽ 40 ഒക്കെ ഉള്ളവർക്ക് ഈ പറയുന്ന രീതി നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. എന്നിരുന്നാലും എന്ത് ചെയ്യുക, നിങ്ങൾ ആ രീതിയിലേക്ക് എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന രീതിയിൽ ബാക്കിയുള്ള പരീക്ഷകൾക്ക് വരാൻ വേണ്ടി പോകുന്ന പരീക്ഷകൾക്ക് എന്ത് ചെയ്യുക, അത് ഉപകാരപ്രദമാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠനം ഇത് വെച്ച് നിർത്തരുത്, എന്ത് ചെയ്യുക, മുന്നോട്ടേക്ക് കൊണ്ടുപോകുക. ഇനി പരീക്ഷകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇത് വെച്ച് എന്ത് ചെയ്യുക, നമുക്കത് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ഇച്ചിരി കൂടെ പ്രിപ്പറേഷൻസ് ഇച്ചിരി എന്താണ് ഇവിടെ നിർത്താതെ തന്നെ, അല്ലെങ്കിൽ ഇവിടെ വെച്ച് നിർത്താതെ തന്നെ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ പരീക്ഷ ആയിട്ടുണ്ടായിരുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇനി എഴുതാൻ വേണ്ടി പോകുന്നവർക്കും ആശംസകൾ. ഓക്കെ, അപ്പം എല്ലാം കൂടെ വിലയിരുത്തിയ ശേഷം എവിടെയെങ്കിലും ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ എന്താണ് ഇനിയും ഫോക്കസ് കൊടുക്കേണ്ട മേഖലകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് അതൊക്കെ വെച്ച് നിങ്ങൾ ആ ഒരു നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ എവിടെയാണോ ഒരു വീഴ്ച സംഭവിച്ചത് നിങ്ങൾക്ക് തോന്നുന്ന ഭാഗങ്ങൾ എന്ത് ചെയ്യുക, അവിടെയൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് കവറപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ.